ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ആൻഡ് ട്രേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 10 നവംബറിലേക്കുള്ള ട്രേഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അന്നത്തെ ഈ പ്രൈസ് ലെവൽസ് ഒന്നും പറഞ്ഞിട്ട് വലിയ കാര്യം വരാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എന്നാലും നമ്മൾ കുഴപ്പമില്ലാത്ത കുറച്ച് പിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതെന്തായാലും പറയാം. ആദ്യം തന്നെ LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. LIC ഹൗസിംഗ് ഫിനാൻസ് 306 രൂപ 85 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഓക്കെ, 299 രൂപയ്ക്ക് താഴേക്കാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇനി ലെവൽസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒരു ഫ്രഷറാണ് ഇത് കാണുന്നത് വെച്ചാൽ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ലെവൽസ് പറയാം. ഇതാണ് നമ്മുടെ ബൈയിങ് ലെവൽ. ഇതിന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ആ സമയത്തുള്ള സ്റ്റോപ്പ് ലോസ്. ഈ ലെവലിൽ നിന്നാണ് വാങ്ങുന്നത് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇത് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഇത് സെല്ലിംഗ് ലെവലാണ്. അതായത് ഇതിന് താഴത്തേക്ക് ഒരു സെല്ലിംഗ് പ്രഷറാണ് ഉണ്ടാവുക. അതായത് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഈ ലെവലിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ലെവലാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഇനി എല്ലാത്തിലും ഇത് തന്നെയായിരിക്കും സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അടുത്തത് ചോളമണ്ഡലാണ്. ഇത് 306 രൂപയ്ക്ക് മുകളിലേക്കാണെങ്കിൽ ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 302, അതായത് 303 രൂപയ്ക്ക് താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ശ്രീറാം ട്രാൻസ്പോർട്ട് ഇത് 842 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 125 രൂപയ്ക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇത് നല്ലൊരു മൂവ്മെന്റ് എന്നിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ചിലപ്പോൾ അടുത്തൊരു ദിവസം കൂടി സൈഡ് വൈസ് മൂവ്മെന്റിന് ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സാക്ട് ബ്രേക്ക് ഔട്ട് ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ആണോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അടുത്തത് ലൂപ്പിൻ ആണ്. ലൂപ്പിൻ 924 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 912 രൂപയ്ക്ക് താഴെയാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. നമുക്കറിയാം നല്ലൊരു ഫോള് തന്നിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു ഫോള് തന്നിട്ട് ഈ ഒരു ദിവസം നന്നായിട്ട് ഹോൾഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനുശേഷം നല്ലൊരു മൂവ്മെന്റ് താഴത്തേക്ക് തരികയാണെങ്കിൽ ഒരു നല്ലൊരു ബിയറിഷ്നെസ് തന്നെ നമുക്ക് കാണാം. അതായത് നല്ലൊരു ഫോള് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അടുത്തത് കമ്മിൻസിന്ത്യയാണ്. കമ്മിൻസിന്ത്യ 460 രൂപ 90 പൈസ, അതായത് 461 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 450 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ്. ഓക്കെ, ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ സ്റ്റോക്ക് തന്നെയാണ്. ഇത് നമ്മുടെ 6ാമത്തെ സ്റ്റോക്കാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് 431 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 423 രൂപ 80 പൈസയ്ക്ക് താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരോടും പറയാനുള്ളത്, നാളെ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് നേരത്തേക്ക് ഒരു ബുള്ളിഷും അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴത്തേക്ക് വന്നിട്ട് ഏതെങ്കിലും നമ്മുടെ ലെവലുകളിൽ നിന്ന് ഏതെങ്കിലും ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കും. എന്നിട്ട് തിരിച്ചു കയറുമ്പോൾ അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ ആവുന്ന സമയത്ത് ട്രേഡ് എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ലൈക്കും കമൻറ്റും കൂടാതെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും കൂടിയാണ് ഈ ചാനലിൻ്റെ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലാഭകരമായ ദിവസം നേർന്നുകൊണ്ട് നിങ്ങളോട് വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം അരുൺ ജി.